ആ CA രാജീവ് ചതിച്ചില്ലായിരുന്നെങ്കിൽ അന്നേ നമ്മൾ ഒന്നിച്ചേനെ. അർച്ചന, താനിപ്പോ എവിടെയാ അർച്ചന? ആ ആശുപത്രിയിൽ നിന്ന് താൻ എങ്ങോട്ടാ പോയത്? അർച്ചന, നമ്മളെ ചതിച്ചെന്റെ എല്ലാം ചേർത്ത് അയാൾക്ക് കിട്ടി. ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയില് അയാളിപ്പോ ഹോസ്പിറ്റലിലാ. ദൈവം അയാളെ വെറുതെ വിട്ടില്ല. എന്താട്ടാ ഇത്? അർച്ചനടുത്ത് വരാനായിരുന്നെങ്കിൽ എപ്പോഴേ വരുമായിരുന്നു. ഏട്ടന്റെ ഈ കാത്തിരിപ്പ് കാണുമ്പോഴാ ഞങ്ങൾക്കെല്ലാം വിഷമം. വരും. എന്റെ അർച്ചന ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. നമുക്കവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവളുണ്ട്. മോനെ, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ വിധി ലോകത്തൊരു ഭർത്താവിനും വരരുതെന്നാ ഈ അമ്മ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ദൈവത്തിന് എങ്ങനെയാ തോന്നിയത്? ലോകത്തൊരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കില്ല. അതെങ്ങനെ അമ്മേ? ഏട്ടനോട് പറഞ്ഞാ കേക്കണ്ടേ? ഇത്രയും കാലം വരാത്ത ഏട്ടത്തി ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഏട്ടത്തി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ആർക്കറിയാം? അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്ക് ബ്ലഡ് തന്നത് ആരാന്ന് അമ്മയ്ക്ക് അറിയാമോ? ഇല്ല. ആരാ? എന്റെ ഫ്രണ്ട് ഗൗരിയുടെ അമ്മയില്ലേ, സമൃദ്ധ ആന്റി. ആ ആന്റിയാ എനിക്ക് ബ്ലഡ് തന്നത്. കേറി കേറി എന്റെ വീടിനകത്ത് വരെ വന്നിട്ടും അവളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതാരുടെ കുറ്റാ? എന്റെ പിഴയാ. ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അവൾക്ക് ഓർമ്മയില്ലെന്ന് നിനക്ക് ഉറപ്പാണോ? ആശുപത്രി മുറ്റത്ത് അവൾ വന്നിറങ്ങിയപ്പോ അവൾ എന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയതാ. പക്ഷെ എന്നിട്ടും അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? അവക്ക് ഓർമ്മയില്ലെന്നല്ലേ? അതോ അവൾ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോയതാണോ? ഒരു കാര്യം നീ മറക്കരുത്. നിന്റെ ആജന്മ ശത്രുവാണ് നിന്റെ ബെഡ്റൂം വരെ കയറിയിട്ട് പോയത്. നിന്നേക്കാൾ സ്നേഹമാണ് നിന്റെ മോക്ക് അവളോടിപ്പോ. ഇതെല്ലാം അവൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലാന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ? നീ ഞെട്ടണ്ട. നിന്നെ തീർക്കാൻ എന്ത് വഴിയും അവള് നോക്കുമെന്ന് പണ്ടേ നിനക്കറിയാലോ. അറിയാം. ഒരവസരം കിട്ടിയാ അവൾ എന്നെ തകർക്കും. പക്ഷെ അവളും കുഞ്ഞും എങ്ങനെ ഗോകുലിന്റെ ഭാര്യയും മകളുമായി? നീ കണ്ടുപിടിക്കേ. അല്ലെങ്കിലും നീ എന്തിനാ അറച്ചു നിൽക്കുന്നേ? അവള് നിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ധൈര്യമുണ്ടോ നിനക്ക്? എന്തിന് ഗോകുലിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് നേർക്ക് നേരെ അവളെ കാണാൻ? എന്നിട്ട്
നിന്റെ സംശയം നേരിട്ട് തന്നെ തീർത്തേക്ക്. മോനെ കോടതിയിൽ നിന്ന് വന്ന പേപ്പറാ. അവധിയുമായിട്ടുള്ള സ്വത്ത് തർക്കത്തിന്റെ കേസ്. അവധിക്ക് ഹാജരാകാനുള്ള നോട്ടീസാ. എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു നോട്ടീസ് എങ്കിലും വരുന്നേ? നമുക്ക് ആ പഴയ വക്കീലിനെ മാറ്റി പുതിയ വക്കീലിനെ വെക്കണം. എന്നാലേ കേസ് ശരിയായിട്ട് നടത്താൻ പറ്റൂ. കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധിച്ച നമ്മുടെ എല്ലാ കഷ്ടപ്പാടും മാറും. എനിക്കതിലൊരു സംശയമില്ല. നമ്മളെ ചതിച്ചതാണെന്ന് കോടതിക്ക് മനസ്സിലാവും. നല്ല വക്കീലന്മാര് ഹാജരാവണമെങ്കിൽ നല്ല പോലെ കാശ് കൊടുക്കണം. എനിക്ക് ഒരു ചിട്ടിയുടെ കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്. അത് നമുക്ക് ഈ കേസ് നടത്താൻ ഉപയോഗിക്കാം. ഉം. അല്ല സച്ചിയേട്ടാ, നമുക്ക് ആരതി ചേച്ചി തന്നെ കേസ് ഏൽപ്പിച്ചാലോ? ആ അത് നല്ലതാ. ചേച്ചിയാവുമ്പോ നമുക്ക് വിശ്വസിക്കാം. കാശിന്റെ കാര്യത്തില് കുറച്ച് ഇളവ് കിട്ടുകയും ചെയ്യും. അവര് ക്രിമിനൽ കേസിന്റെ വക്കീല. സിവിൽ കേസുകൾ നടത്തുമോന്നറിയില്ല. എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം. എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കരുത് മോനെ. അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കണം. ഇല്ലമ്മേ, എന്റെ അച്ഛന്റെ ചോരേ നീരും ആ കമ്പനി.